ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ KSU നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുകയാണ്. വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSU പ്രതിഷേധവുമായി എത്തിയത്. സെക്രട്ടേറിയറ്റിലേക്കാണ് മാർച്ച് നടത്തിയിരിക്കുന്നത്. ഹരി മോഹൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. ഹരി, KSU നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. ഇപ്പോൾ എന്താണ് നിലവിലെ സാഹചര്യം? കേസ് നടത്തുന്ന മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. അതായത് ജലപീരങ്കി രണ്ടുവട്ടം പ്രയോഗിച്ചതാണ് സംഘർഷത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതായത് ആദ്യവട്ടം ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ മറ്റു പ്രശ്നങ്ങളില്ലായിരുന്നു. വീണ്ടെടുത്തു നിന്നും എഴുന്നേറ്റ് വന്ന് വീണ്ടും മുദ്രാവാക്യങ്ങളുമായി KSU പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമം തന്നെ തുടങ്ങിയിരുന്നു. ചിലർ ജലപീരങ്കി വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തിരുന്നു. പക്ഷെ പോലീസ് തടയുകയുണ്ടായി. പക്ഷെ രണ്ടാം വട്ടം ജലപീരങ്കി പ്രയോഗിച്ചതിന്റെ ഫോഴ്സ് കൂടുതലാണെന്നും അതിൽ KSU പ്രവർത്തകയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള ഒരു ആരോപണമാണ് ഉയർന്നത്. അതായത് ആ പ്രവർത്തക തെറിച്ചുപോയി. ഇതിന്റെ ഫോഴ്സിൽ അതാണ് പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. അവർ പോലീസിന് നേരെ പാഞ്ഞെടുക്കുകയുണ്ടായി. അവർ തമ്മിൽ ഏറെ നേരം വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് അതൊരു സംഘർഷത്തിന്റെ രൂപത്തിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പോൾ KSU പ്രവർത്തകയെ, അതായത് ജലപീരങ്കിയിൽ പെട്ടു പരിക്കേറ്റ KSU പ്രവർത്തകയും കൊണ്ട് റോഡ് ഉപരോധിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങളെല്ലാം തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് KSU പ്രവർത്തകർ ഇപ്പോൾ റോഡിന്റെ നടുക്ക് കയറി നിൽക്കുന്നത്. അതിൽ പരിക്കേറ്റ KSU പ്രവർത്തകയുമുണ്ട്. ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും ഇത് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. റോഡ് ഉപരോധിക്കുന്നത് എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസ് അനുവദിക്കില്ല. രണ്ടു വശവും റോഡ് ഉപരോധിക്കുന്നു എന്നുള്ളൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സാധാരണ സെക്രട്ടേറിയറ്റിന്റെ മുൻപിലുള്ള ഒരു വശത്തെ റോഡ് മാത്രമാണ് ഉപരോധിക്കാറുള്ളത്. പക്ഷെ ഇന്ന് രണ്ട് വശത്തുമുള്ള റോഡുകൾ ഉപരോധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. ഉദ്ഘാടനം വരെ മറ്റ് അനിഷ്ട സംഭവങ്ങളോ സംഘർഷങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്യു കുളനാടൻ MLA ആയിരുന്നു ഉദ്ഘാടനം ചെയ്യാനെത്തിയത്. മാത്യു കുളനാടൻ ഉദ്ഘാടനം ചെയ്ത് പോയ ശേഷമാണ് ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമമുണ്ടായത്. അപ്പോഴാണ് പോലീസ് ആദ്യഘട്ട ജലപീരങ്കി ഉപയോഗിച്ചത്. പക്ഷേ ആ സമയത്തൊന്നും തന്നെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായില്ല. പക്ഷെ രണ്ടാം വട്ടം അതിലൊരു KSU പ്രവർത്തകയ്ക്ക് പരിക്കേറ്റതോടുകൂടിയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ഇപ്പോൾ പോലീസ് വാഹനത്തിൽ പ്രവർത്തകയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു ആവശ്യമാണ് KSU പ്രവർത്തകർ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് വാഹനത്തിൽ പ്രവർത്തകയെ കൊണ്ടുപോകുന്ന കാഴ്ച കൂടിയാണ്
കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവരെ ഉടനെ ആശുപത്രിയിലേക്ക് മാറ്റും. ആ മറുവശത്ത് KSU പ്രവർത്തകർ റോഡ് ഉപരോധം തുടരുന്നുമുണ്ട്. ആ കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നുള്ളതായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന നടപടി. എന്തായാലും ഇതിൽ സമരങ്ങളുടെ പൂക്കോട് സർവകലാശാല സംഭവത്തിൽ തുടരുന്ന സമരങ്ങളുടെ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിന്നുള്ള വിദ്യാർത്ഥി കൂടിയായിരുന്നു സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആ മരിച്ച വിദ്യാർത്ഥി എന്നുള്ളത് കൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് കൂടി സമരം ശക്തമാക്കാനുള്ള തീരുമാനം വരികയായിരുന്നു. ഇപ്പോൾ പോലീസ് വാഹനത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ട് KSUവിന്റെ പതാക വീശുന്ന KSU പ്രവർത്തകരെ കൂടി ദൃശ്യങ്ങളിൽ കാണാം. ഇത് പോലീസുകാരെ പ്രകോപിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ നിലവിൽ എന്തായാലും അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും പോയിട്ടില്ല. ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോഴും റോഡ് ഉപരോധിക്കുന്നത് തുടരുകയാണ്. മറ്റേ വശത്തെ റോഡ് തുറന്നു വിട്ടിരിക്കുന്നു. പക്ഷെ ഒരു വശത്ത് ഇപ്പോഴും ഉപരോധം തുടരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പരിക്കേറ്റ KSU പ്രവർത്തകയെ പോലീസിന്റെ വാഹനത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പോലീസ് വാഹനം ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞു. ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതായിരുന്നു KSU പ്രവർത്തകരുടെ ആവശ്യവും. പക്ഷേ അതോടൊപ്പം തന്നെയാണ് ഈ റോഡ് ഉപരോധവും നടക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. എന്തായാലും ജലപീരങ്കി പ്രയോഗം കഴിഞ്ഞിരിക്കുന്നു. 2 വട്ടം പ്രയോഗിച്ചതോടുകൂടി ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമവും പ്രവർത്തകർ ഉപേക്ഷിച്ചിരിക്കുന്നു. പക്ഷെ റോഡ് ഉപരോധവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തകരുടെ അടുത്തേക്ക് നീങ്ങുന്നുണ്ട്. അതായത് ഇപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരിക്കും അടുത്ത നടപടി എന്ന് പറയുന്നത്. KSU ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് സിദ്ധാർത്ഥിന് നീതി ലഭിക്കണം, സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം എന്നുള്ള ആവശ്യമാണ്. അതായത് എല്ലാ SFI പ്രവർത്തകരെയും ഒപ്പം തന്നെ അതിന് കൂട്ടുനിന്ന അധ്യാപക സംഘടനയിൽപ്പെട്ട ആളുകളെയും ഡീനിനെയും എല്ലാം തന്നെ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അവർക്കെതിരെ നടപടി ഉണ്ടാവണം. പോലീസ് അന്വേഷണം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് KSU ഉന്നയിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും സമരം തുടരും എന്ന് തന്നെയാണ് KSU പറയുന്നത്. എന്തായാലും ഇപ്പോൾ റോഡ് ഉപരോധം ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇനി അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, സംഘർഷങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. പരിക്കേറ്റ പ്രവർത്തകയെ ആശുപത്രിയിൽ കൊണ്ടുപോയതോടുകൂടി അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇനി ഇപ്പോൾ ഇവർ തിരിച്ചു പോവുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ തിരിച്ചു പോകുമ്പോഴും അത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് റോഡിന്റെ ഒരു ഭാഗം ബ്ലോക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അറസ്റ്റ് അടക്കമുള്ള മറ്റ് നടപടികളൊന്നും ഇനി ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. കാരണം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് പ്രവർത്തകർ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും പ്രവർത്തകർ തിരിച്ചു പോകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് KSU സൂചിപ്പിച്ച ഒരു കാര്യം സമരം തുടരുമെന്നുള്ളത് തന്നെയായിരുന്നു. തിരുവനന്തപുരത്ത് സമരം തുടരുന്നതിനോടൊപ്പം തന്നെ സർവകലാശാലയിലേക്കുള്ള വരും ദിവസങ്ങളിലെ സമരങ്ങളെല്ലാം തന്നെ കടുപ്പിക്കും എന്നുള്ളത് തന്നെയാണ് KSU പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള സമരം ഉണ്ടാവും. കോൺഗ്രസും അല്പം മുമ്പ് ഒരു സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ പോഷക സംഘടനകളെയും അണിനിർത്തിക്കൊണ്ട് തന്നെ പ്രതിപക്ഷം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സമരം ശക്തമാക്കാൻ തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രതിപക്ഷത്തിന് അത് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വിഷയമായി പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ ആത്മഹത്യ മാറുന്നു എന്നുള്ളത് തന്നെ വ്യക്തമാണ്. പ്രത്യേകിച്ച് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തത വന്നിരിക്കുന്നു. പിടിയിലാകുന്നതും കീഴടങ്ങുന്നതും എല്ലാം SFI വിദ്യാർത്ഥികളാണ്, SFI പ്രവർത്തകരാണ്. അതിൽ യൂണിയൻ ഭാരവാഹികൾ വരെ ഉണ്ട് എന്നുള്ളത് തന്നെ പ്രതിപക്ഷത്തിന് വലിയൊരു ആയുധമാണ്. പ്രത്യേകിച്ച് യുവജന സംഘടനകൾക്ക്, വിദ്യാർത്ഥി സംഘടനകൾക്ക്, പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾക്കൊക്കെ തന്നെ അത് വലിയൊരു ആയുധമാണ്. തുടർ സമരങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ഒരു ആയുധമായി ഇത് എന്തായാലും മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിൽ പ്രതിപക്ഷ നേതാവ് അടക്കം ഉള്ള ആളുകൾ എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ന് പ്രതികരിച്ചിരുന്നു. അവരും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് നീതി ലഭിക്കും വരെ ഈ പോരാട്ടം തുടരും. അതിൽ ഇതുവരെ സംസ്ഥാനം കാണാത്ത തരത്തിലുള്ള പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളിലേക്ക് പ്രതിപക്ഷം പോകും, കോൺഗ്രസ് പോകും എന്നുള്ള കാര്യമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. നമ്മൾ ഇന്നത്തെ ദിവസത്തെ കാഴ്ച എടുത്താൽ മാത്രം വ്യക്തമാകുന്നത് ഇന്നത്തെ ദിവസം പൂക്കോട് സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഈ വിഷയം തന്നെ ഉയർത്തി വലിയ ചർച്ചാ വിഷയമാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം എന്നുള്ളത്. കാരണം ഇന്ന് AICC സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, UDF കൺവീനർ MM ഹസൻ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇന്ന് സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തി. ഇപ്പോൾ KSU മാർച്ച് നടത്തുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും സമരം തുടരുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. ശരി, വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധവുമായി KSU എത്തിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലാണ് KSU മാർച്ച് നടത്തിയത്. അതിൽ സംഘർഷമുണ്ടാകുന്നു. പിന്നാലെ റോഡിന്റെ സെക്രട്ടേറിയറ്റ് പരിസരത്തെ 2 റോഡുകളും ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് KSU നീങ്ങുന്നു. ഇപ്പോൾ പ്രതിഷേധം ഏതായാലും അവസാനിച്ചിട്ടുണ്ട്. പ്രവർത്തകർ
മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിലവിൽ പ്രതിഷേധിക്കുകയാണ്. റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവസാനിച്ചിട്ടുണ്ടെന്നാണ് ഹരിമോഹൻ നൽകുന്ന വിവരങ്ങൾ.